ഹായ്, എല്ലാവർക്കും മലബാർ കിച്ചൺ ടൈമിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പപ്പായ കുറുമയാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ കുറുമ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയതാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം തന്നെ ലൈക്കും ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ ഒരു വലിയ പപ്പായ എടുത്തിട്ടുണ്ട്. ഇത് പഴുത്ത നോക്കാൻ വേണ്ടിയിട്ടൊന്ന് മുറിച്ച് നോക്കിയതാണ്. അപ്പോൾ പഴുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് മുറിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് എണ്ണയിൽ മൂപ്പിച്ചെടുക്കുകയാണ്. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഒരു നാളികേരം ചിരവിയതൊന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരട്ടെ. ഇനി ഇതിലേക്കൊരു കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് അരമുറി നാളികേരം ചിരവിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. സിമ്മിലിട്ടിട്ട് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ നല്ലോണം മൂത്ത് വരണം തേങ്ങ. അപ്പോൾ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് തേങ്ങയ്ക്കൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് അരച്ചെടുക്കണം. ചൂടാറിയതിന് ശേഷം നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് കണ്ടില്ലേ, കറുവത്തൊക്കെ ഞാൻ ഇതുപോലൊന്ന് ചെറുതാക്കി ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്, അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ കുറച്ച് എണ്ണയിലേക്ക് ഞാൻ ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുകയാണ്. ആദ്യം കുറച്ച് എണ്ണ ഒഴിച്ചപ്പോൾ കുറച്ച് അധികമായി പോയി. അപ്പോൾ ഞാൻ കുറച്ച് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്നിത് വറുത്തെടുക്കണം. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഇത്രയും മതിയാവും. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഞാൻ പപ്പായ മുഴുവനും മാറ്റിയിട്ടുണ്ട്. മാറ്റി വെച്ച എണ്ണ കുറച്ചും കൂടെ ഇതിലേക്ക് ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു വലിയ സവാള ഇതുപോലെ ചെറുതാക്കി നുറുക്കിയതൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു പപ്പായ കുറുമയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് ഉള്ളിയുടെ ഒക്കെ ഒന്ന് പച്ചച്ചൊവൊക്കെ മാറി വന്നിട്ടുണ്ട്. നമുക്കിന്ന് ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. നോർമൽ മുളക് പൊടിയാണ്. അപ്പോൾ അതൊന്ന് ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സിമ്മിലിട്ടിട്ട് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. പിന്നെ അതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ആ പൊടികളുടെയൊക്കെ ഒന്ന് പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ പപ്പായ കിട്ടുന്നവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് ഞാൻ 2 ചെറിയ തക്കാളി ചെറുതാക്കി നുറുക്കിയത്, അതുപോലെ തന്നെ 3 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ മുളക് പൊടി ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുത്താൽ മതി. ഇനി തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് കിട്ടണം. അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് ഞാൻ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. നിങ്ങൾ എത്രയാണോ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. കുറുമ എത്രത്തോളം വേണോ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്നും തിളയ്ക്കാൻ വയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോഴേക്കിന് നമുക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ച കറുവത്തുണ്ടല്ലോ, അതൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം.
അപ്പോൾ നന്നായി ഇളക്കിയതിന് ശേഷം നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ അടപ്പ് തുറന്നിട്ടുണ്ട് ഞാൻ. നന്നായിട്ട് നമ്മുടെ കുറുമ തിളച്ച് വരുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ കണ്ടില്ലേ, അതിൻ്റെ ചെറുതായിട്ട് വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. തേങ്ങയൊക്കെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ അതൊന്ന് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് തന്നെ കുറച്ച് വെള്ളം ചേർത്തിട്ട് അത് നമ്മുടെ കുറുമയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. വെള്ളം പോരാ തോന്നുകയാണെങ്കിൽ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഉപ്പ് ഇല്ലെങ്കിലൊന്ന് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നല്ലോണം ഒന്ന് കുറുകി വരണം. കുറുമയാണല്ലോ, അപ്പോൾ നല്ലോണം തിളച്ചിട്ടൊന്ന് കുറുകി വരണം. അപ്പോൾ ഞാൻ അടപ്പൊക്കെ തുറന്നിട്ട് ഒന്ന് ഇളക്കി നോക്കുകയാണ്. നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ കുറുമയാണല്ലോ, അപ്പോൾ അധികം വെള്ളം വേണ്ട. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണിച്ചാൽ ഈ ഒരു ഗ്രേവിയിൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ മസാലയൊക്കെ ഒന്ന് നോക്കിയിട്ട് വാങ്ങി വയ്ക്കാം. അതെല്ലാം ഒന്നും കൂടി കുറുകണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ വറ്റിച്ചെടുക്കാം. നല്ലൊരു കുറുമ പോലെ ആക്കി എടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് കറിവേപ്പില കൂടിയും ചേർക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നല്ലൊരു മണം വരുന്നുണ്ട്. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് നമ്മുടെ ചപ്പാത്തി, അപ്പം, ചോറ് ഇതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി കുറുമയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി ഞാനിതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഒരു ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ കുറുമ അടുപ്പിൽ നിന്ന് വാങ്ങി വയ്ക്കാം. അപ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട് പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്തപ്പോൾ. അപ്പോൾ എല്ലാവരും മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതായിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പപ്പായ കുറുമ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും മറക്കാതെ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അടുത്തൊരു ഡിഷായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.